അപ്പൊ അങ്ങ് കണ്ണൂർ സെൻട്രൽ ജയിലിലൊക്കെ കുറെ കാലം ഭരണമൊക്കെ നടത്തിയത് സൂപ്രണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അങ്ങയുടെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ്? കാരണം നമ്മുടെ നാട്ടിൽ ഏത് പട്ടണം വളരുമ്പോഴും സാറ് പറഞ്ഞ പോലെ ചില സംഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് കേരളത്തിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? നിയന്ത്രിക്കാൻ പറ്റാത്തതിനപ്പുറം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാറ് പറഞ്ഞതിനോട് ഒരു പരിധി വരെ ചോദിക്കുന്നുണ്ട്. ഗുണ്ടകള് ഇപ്പം ഇങ്ങനെ ഉണ്ടായി വരുന്നതല്ലോ. അതെ, നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഗുണ്ടകൾക്ക് ഓൾറെഡി അവിടെ ഉള്ള സാഹചര്യമാണ്. ഈ സോഷ്യൽ മീഡിയയുടെ വന്നപ്പോ അതിന്റെ ശക്തി കൂടിയോ? കാരണം എനിക്കൊന്ന് ഈ ചെറുപ്പക്കാർക്കൊക്കെ ഒരു ഹരമാണ്. അപ്പൊ എനിക്കൊന്ന് അറംഗസീവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ ചിലപ്പോ അവരിങ്ങനെ സംഭവമൊക്കെ കാണിക്കും. സാറ് പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടോ? അറംഗസീവ് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ഫാൻസ് ഉണ്ടോ? സാറേ നമ്മള് സാറ് പറഞ്ഞ മാതിരിയുള്ള ഗുണ്ടകളൊന്നും അല്ല. ഈ പറഞ്ഞ ഈ പോലീസുകാർ നമ്മളങ്ങനെ ആക്കിയതാണ്. ഈ അവസാനത്തെ സാറ് ഒന്ന് ഈ പറഞ്ഞ ഒരു കാര്യം സാറ് ഇനി ഒന്ന് വിശദമായിട്ടൊന്ന് ചിന്തിക്കണം. ഈ പരാതി കൊടുത്ത ആൾക്കാർ പ്രതികളായിട്ട് ഇത്രയും വലിയൊരു കേസ് എന്തുകൊണ്ട് പിന്നെ ചാനലിലൊന്നും വരുന്നില്ല? കമ്മീഷണർ വലിയ കാര്യമായിട്ട് നിന്നിട്ട് വലിയ ഇതായിട്ട് പ്രസംഗിക്കണ്ടായിരുന്നു ചാനലിന്റെ മുമ്പിൽ നിന്ന്. ഇതുവരെ ഇവരെ ചോദ്യം പോലും ചെയ്തിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. താഴെ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് ഇവർ പറഞ്ഞത്. ഇപ്പൊ തിരിഞ്ഞു വന്ന സ്റ്റേഷൻ അതെ 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 തിരിഞ്ഞു വന്ന സ്റ്റേഷനിൽ പോയി ചെന്നപ്പോ പറഞ്ഞ് അത് കറങ്ങി തിരിഞ്ഞ് ഇനി വർഷങ്ങളായിട്ട് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. അപ്പം മീഡിയയിൽ ഒരു ചെറിയ ഭാഗത്ത് വരുള്ളൂ ഇവരെ വെറുതെ വിട്ടെന്നും പറഞ്ഞിട്ട്. അതുവരെ ഇവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവര് ഇതിൽ ഓരോരുത്തരും ഓരോന്നിൽ കയറി വരാണ്. ഇപ്പൊ ഞാനിപ്പോ വരുമ്പോ അടുത്തൊരു കേസുണ്ട്, ഇപ്പൊ എന്നെ വിളിച്ചോണ്ടിരിപ്പുണ്ടാവും, നീ അവിടെ ഉണ്ടായിരുന്നല്ലോ ഒന്നും പറഞ്ഞിട്ട്. ഞാൻ പക്ഷെ ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ പൊതു ചർച്ചയിൽ ഗുണ്ട പോലീസ് എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ മാത്രമേ. അല്ല, ഞാൻ പറഞ്ഞത് അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഞാൻ പറഞ്ഞു വന്നത് നിലനിൽക്കുന്ന നമ്മുടെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഗുണ്ടയാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾ ഗുണ്ടയാൻ മാറുന്നുള്ളതാണ്. അയാളെ പിന്നെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ പറയുന്ന എലമെന്റ്സ് എല്ലാം. രാഷ്ട്രീയമായാലും അത് മാധ്യമമായാലും അല്ലെങ്കിൽ മതമായാലും ആരാണ് അത് ഉപയോഗിക്കുന്നുള്ളതാണ്. അയാൾക്ക് അങ്ങനെ വളരാൻ പറ്റുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ. അല്ല, ഞാൻ കണ്ണൂരാണ്ടിയെ പറയാണ്. അപ്പൊ ഈ ചില ആളുകളെ ഇവര് സംരക്ഷിച്ച് കൂടെ നിർത്തി ഇവർ ആവശ്യത്തിനൊക്കെ ഈ കക്ഷി രാഷ്ട്രീയക്കാർ ഉപയോഗിച്ചതിന് ശേഷം ഇവരങ്ങ് ഒരു സമയത്ത് അങ്ങ് വിട്ട് കഴിയുമ്പോൾ ഇവര് വരട്ടും, ഞങ്ങൾ പഴയെല്ലാം വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞ് കണ്ണൂരിലൊക്കെ തന്നെ എല്ലാ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിന്റെ സാറിന് അറിയാലോ, പൊതു സ്വഭാവം വേറെയാണ്. അവിടുത്തെ രാഷ്ട്രീയമായിട്ടോ അല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മുടെ മറ്റു ബന്ധപ്പെടുത്താം. ജയിലുകളെ സംബന്ധിച്ചിടത്തോളം ജയിലുകളിൽ ഇപ്പം 4 ജില്ലകളിലെ തടവുകാർ ഈ കാപ്പ വരുന്ന പ്രതികളെ കണ്ണൂർ സെൻട്രൽ എന്ന് പറഞ്ഞാൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ 4 ജില്ലകളിലെ തടവുകാരെ ഈ കാപ്പ പ്രതികളെ കണ്ണൂർ സെൻട്രയിലാണ് പാർപ്പിക്കുന്നത്. ബാക്കി 10 ജില്ലകളിലെ ഈ കാപ്പ തടവുകാരെ വിയ്യൂർ സെൻട്രയിലായിരുന്നു. ഇപ്പം ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റായിട്ടും പാർപ്പിക്കുന്നു. ഇന്നത്തെ കണക്കെടുത്തപ്പോൾ 325 തടവുകാരുണ്ട് നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ. കാപ്പ മാത്രം. അത് അവരെ സംബന്ധിച്ചിടത്തോളം ജയിലുകൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ മൂലം ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ജയിലിനുള്ളിൽ അവരുടെ ഇടയിലുള്ള നിരപരാധികളും വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഇടുക്കി ജില്ലയിൽ മറയൂർ പോലുള്ള ഒരു സ്ഥലം അറിയാമല്ലോ. അവിടുന്ന് ഒരാൾ ഞാൻ കണ്ണൂർ ജോലി ചെയ്യുമ്പോൾ അയാളെ വെരിഫിക്കേഷൻ കൊണ്ടുവന്നു. അപ്പം കാപ്പയിൽ കൊണ്ടുവന്നാണ്. അയാൾ അവിടെയുള്ള ചെറിയ ചെറിയ കുറ്റത്തിലൊക്കെ ഏർപ്പെട്ട് അയാളെ പിടിച്ച് കാപ്പയാക്കി. പക്ഷെ ജയിലിൽ വന്നു കഴിഞ്ഞാൽ ആക്കി. അപ്പൊ ആയിക്കോട്ടെ, അയാൾ ചെയ്തിട്ടുണ്ടാവാം. ജയിലിലെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാല് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തില് ഈ പറയുന്ന ഒരു ചെറിയ സ്ഥലത്തു നിന്ന് പിന്നോക്ക സ്ഥലത്ത് വരുന്ന ഒരു ഗുണ്ടയ്ക്ക് കേരളത്തിലെ ഈ പറയുന്ന മുഖ്യധാര ഗുണ്ടാ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടാനും മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ മറ്റു ഗുണ്ടകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അസോസിയേറ്റ് ചെയ്യാനും പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളതാണ്. ഇപ്പോൾ 4 ജില്ലകളിലെ ഗുണ്ടകൾക്ക് ഒരുമിച്ച് കൂടാൻ കണ്ണൂർ സെൻട്രയിൽ പറ്റുന്നുണ്ട്. 10 ജില്ലകളിലെ ഗുണ്ടകൾക്ക് ഒരുമിച്ച് കൂടാൻ തൃശ്ശൂരിലെ 2 ജയിലുകൾക്ക് സാധിക്കുന്നു. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനും അത് വേറെ ഗ്യാങ്ങിലേക്ക് വരാനും പരസ്പരം സഹായിക്കാനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ജയിലിനുള്ളിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.